ആംബുലൻസിൽ എയിംസിലേക്ക് കൊണ്ടുപോവുകയാണ് സീതാറാമിൻ്റെ മൃതദേഹം പോവുകയാണ്. വിലാപയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട ആവേശകരമായ രക്തപതാക പുതച്ച് 100 രക്തപുഷ്പങ്ങൾ പുതച്ച് ആ ധീരസഖാവ് വിടവാങ്ങുകയാണ്. സീതാറാം യെച്ചൂരി, നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾ ജീവിക്കുകയാണ് ഇന്ത്യയിലെ ദശലക്ഷം ജനങ്ങളുടെ മനസ്സുകളിൽ. നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ താങ്കൾ ഉയർത്തിയ മുദ്രാവാക്യം കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തുക തന്നെ ചെയ്യും. അതാണ് താങ്കൾക്ക് ഈ പാർട്ടി, ഈ സമൂഹം നൽകുന്ന വലിയ ഒരു ആദരവ് എന്ന് പറയുന്നത്. ഇനിയും സീതാറാം യെച്ചൂരി ഉയർത്തിയ ആശയങ്ങൾ, അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഇവിടെ ഉയർന്ന് കേൾക്കുക തന്നെ ചെയ്യും. സീതാറാം യെച്ചൂരി, താങ്കൾക്ക് മരണമില്ല എന്ന് വിവിധ ഭാഷകളിൽ ആളുകൾ, സഖാക്കൾ, സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അല്പസമയത്തിനകം സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ദില്ലി എയിംസിന് കൈമാറും. ഇപ്പോൾ വിലാപയാത്ര അവസാനിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ആംബുലൻസിൽ ദില്ലി എയിംസിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൈമാറും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇപ്പോൾ കെ രാജേന്ദ്രൻ കൂടി ചേരുകയാണ്. രാജേന്ദ്രൻ, ഒരു ധീരവിപ്ലവകാരിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വീരോചിതമായ ഒരു വിടവാങ്ങൽ, അതിനാണിപ്പോൾ ദില്ലി എയിംസിന് മുന്നിലുള്ള ഈ വിലാപയാത്രയടക്കം ആ ദില്ലി നഗരം സാക്ഷ്യം വഹിച്ചത്. രാജേന്ദ്രൻ. തീർച്ചയായും സിജു, ഇപ്പോൾ മൃതദേഹം ദില്ലിയിലെ ജന്തർ മന്ദറിൽ എത്തിയിരിക്കുകയാണ്. ജന്തർ മന്ദറിലെ ഈ ഗോൾ ചക്രിലാണ് ഇപ്പോൾ മൃതദേഹം ആംബുലൻസ് നിർത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് CPIMന്റെ ആദ്യകാലത്തെ ഓഫീസായിരുന്ന അശോക റോഡിലെ 14 നമ്പർ വീടിന് വസതിക്ക് മുന്നിൽ കൊണ്ടുപോകും. ആ വീടിനൊരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട് അശോക റോഡിലെ 14 നമ്പർ വീടിന് മുന്നിൽ വെച്ച് കൈമാറുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. അതായിരുന്നു CPIMന്റെ ആദ്യത്തെ, ഇപ്പോഴത്തെ പാർട്ടി ഓഫീസിന് മുമ്പ് അവിടെ അതായിരുന്നു CPIMന്റെ പാർട്ടി ഓഫീസ്. സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം തുടങ്ങിയത് അവിടെയായിരുന്നു. അവിടെ EMS പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന കാലത്തെല്ലാം തന്നെ അവിടെയായിരുന്നു ആസ്ഥാനം. അവിടെയായിരുന്നു സീതാറാം യെച്ചൂരി തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം അഭ്യസിച്ചിരുന്നത്. അവിടെ EMS, അതുപോലെ രണദീപ്, രാമമൂർത്തി തുടങ്ങിയ നിരവധി, ഹർകിഷൻ സുർജിത്ത്, ഇത്തരത്തിലുള്ള മഹാരഥന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക്